വർഷം 1902. അമേരിക്കൻ പ്രസിഡന്റ് തിയഡോർ റൂസ്വെൽറ്റ് മിസിസിപ്പിയിൽ ഒരു കരടി വേട്ടയ്ക്ക് പോയി. ഇപ്പോൾ ദിവസങ്ങളോളം ശ്രമിച്ചിട്ടും പ്രസിഡന്റിന് ഒരു കരടിയെപ്പോലും കിട്ടിയില്ല. അവസാനം അദ്ദേഹത്തിന്റെ സഹായികൾ ഒരു അവശനായ കറുത്ത കരടിയെ പിടിച്ച് ഒരു മരത്തിൽ കെട്ടിയിട്ടു. പ്രസിഡന്റിനെ വെടിവെക്കാനായി അവർ അതിനെ സെറ്റാക്കി നിർത്തി, നന്നായിട്ട് ഒരുക്കി നിർത്തി. വേട്ടയ്ക്കൊരുങ്ങി വന്ന റൂസ്വെൽറ്റ് ഈ കെട്ടിയിട്ടിരിക്കുന്ന നിസ്സഹായനായ ആ കരടിയെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അത് ശരിക്കും പറഞ്ഞാൽ വേട്ടയാടൽ നിയമങ്ങൾക്കും കായിക മര്യാദകളുടെയും ലംഘനമാണ്. നിസ്സഹായനായ ഒരു ജീവിയെ വെടിവെക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആ കരടിയെ കൊല്ലാൻ വിസമ്മതിച്ചു. പ്രസിഡന്റിന്റെ ഈ പ്രവൃത്തി ആ രാജ്യമെങ്ങും വലിയ വാർത്തയായി ചർച്ച, ഇപ്പോൾ വൈറലാകുന്നു എന്ന് പറയുന്ന പോലെ അന്ന് വൻ വൈറലായ ആ കാര്യം. വാഷിംഗ്ടൺ പോസ്റ്റിലെ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ക്ലിഫോർഡ് ബെറിമാൻ ഈ സംഭവം ഒരു രാഷ്ട്രീയ കാർട്ടൂണാക്കി വരച്ചു. ഒരു ചെറിയ പേടിച്ചരണ്ട കരടിയുടെ അടുത്ത് മുഖം തിരിച്ചു നിൽക്കുന്ന റൂസ്വെൽറ്റിനെ ആയിരുന്നു കാർട്ടൂണിൽ ചിത്രീകരിച്ചത്. ആ കാർട്ടൂണും അതിവേഗം തന്നെ ജനശ്രദ്ധ നേടി. അപ്പോൾ ഈ കാർട്ടൂണിൽ നിന്നും പ്രചോദനം തോന്നിയ ന്യൂയോർക്കിലെ ബ്രൂക്ലിനിൽ കച്ചവടം നടത്തിയിരുന്ന മോറിസ് മിച്ചോമും അദ്ദേഹത്തിന്റെ ഭാര്യ റോസും അമേരിക്കയുടെ 26ാമത് കമാൻഡർ ഇൻ ചീഫിനോടുള്ള ബഹുമാനാർത്ഥം ഒരു സ്റ്റഫ്ഡ് ഫാബ്രിക് കരടിയെ ഉണ്ടാക്കി. എന്നിട്ട് അത് അവരുടെ കടയിലെ ജനാലയിൽ ടെഡീസ് കരടി, അതായത് ടെഡിയുടെ കരടി എന്നെഴുതി പ്രദർശിപ്പിച്ചു. കാരണം പ്രസിഡന്റ് റൂസ്വെൽറ്റിന്റെ ഓമന പേര് ടെഡി എന്നായിരുന്നു. കളിപ്പാട്ടക്കരടി ആളുകളുടെ ഒക്കെ ശ്രദ്ധ ആകർഷിച്ചു. മിച്ചോംസ് പ്രസിഡന്റിന് ഒരു കത്തെഴുതി. അവർ സൃഷ്ടിച്ച ഈ കളിപ്പാട്ടക്കരടിക്ക് അദ്ദേഹത്തിന്റെ പേരുപയോഗിക്കാൻ അനുമതി തേടി. എന്നിട്ട് മിച്ചോംസ് ടെഡി ബെയറുകളും മറ്റ് കളിപ്പാട്ടങ്ങളും നിർമ്മിക്കുന്ന ഒരു വിജയകരമായ കമ്പനി ആരംഭിച്ചു. പ്രസിഡന്റ് റൂസ്വെൽറ്റിന്റെ അനുവാദം ലഭിച്ചതോടെ കളിപ്പാട്ടം ഒരുപാട് വിറ്റഴിക്കപ്പെട്ടു. അങ്ങനെയാണ് ടെഡീസ് ബെയർ ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ പ്രിയപ്പെട്ട ടെഡി ബെയറായി മാറുന്നത്. ബ്രിട്ടീഷ് ആക്ടിവിസ്റ്റ് ആയിരുന്ന മേരി ആൻ റാഡ്മാക്കറിന്റെ വാക്കുകളുണ്ട്: നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ചെറുത് വലുത് എന്നൊന്നില്ല. കാരുണ്യത്തോടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ലോകത്തിന് വലിയ മൂല്യങ്ങൾ നൽകുന്നു. ശരിയല്ലേ? മറ്റൊരാളോട്, അത് മനുഷ്യനായാലും ഏത് ജീവികളോടായാലും അല്പം കാരുണ്യവും ദയയും ചെറിയ സഹായവും ഒക്കെ കാണിക്കുമ്പോൾ അവിടെയല്ലേ ഈ മനുഷ്യത്വം എന്നത് സാധ്യമാകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു ടെഡി ബെയറിനെ ഇനി കാണുമ്പോൾ അത് വെറും ഒരു കളിപ്പാട്ടം എന്നതിനപ്പുറം ഒരു മിണ്ടാപ്രാണിയോട് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് കാണിച്ച ദയയും ആ നല്ല മനസ്സിനെ കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾക്ക് കൂടി വരില്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് ദയയോടെയും കരുണയോടെയും ഒക്കെ നമുക്ക് പെരുമാറാം അല്ലേ? സഹജീവികളെ ചേർത്ത് നിർത്താം.